ഇ പി ജയരാജൻ സംസാരിക്കുന്നു. കണ്ണൂരെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ഇ പി ജയരാജൻ അല്പസം മുമ്പാണ് അങ്ങോട്ട് എത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. 12 വീടുകൾ കേന്ദ്രങ്ങൾ റെയ്ഡ് എന്തിനു വേണ്ടി? എന്താക്ഷേപം? ഒരാൾക്ക് നേരെ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാകും. ഇങ്ങനെ ഒരു പരാതിയുമില്ലാതെ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യുന്നു. രാവിലെ വെളുപ്പാങ്കാലത്ത് കേന്ദ്രസേന, ആ കേന്ദ്രസേനയുടെ സംരക്ഷണത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഇതെന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഇതൊരു രാഷ്ട്രീയ ഉദ്ദേശമാണ്, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് പിണറായിക്ക് നേരെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് നേരെയുള്ള ആക്രമണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി വന്നു. ആ തിരിച്ചടി കൊണ്ടൊന്നും തകർന്നു പോകുന്ന പാർട്ടിയല്ല ഇത്. അതുകൊണ്ടൊന്നും തകർന്നു പോകാത്ത കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരാൻ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഒരാക്രമണമാണ്. ഇന്നലെ ഇ ഡി ഏതോ കോടതിയിൽ പോയി, ഇന്നലെ വൈകിട്ട് കോടതിയിൽ പോയതിന്റെ രാവിലെ ഇന്ന് വെളുപ്പാങ്കാലത്തെ റെയ്ഡ്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം തന്നെ അത് എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ മകൾ ഒരു IT കമ്പനി നടത്തുന്നു. പല കമ്പനികളുമായിട്ട് അവർക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് നിയമപരമായി അക്കൗണ്ടിലൂടെ അക്കൗണ്ട് മണിയായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഫീസായി അതിന്റെ പ്രതിഫലമായിട്ട് അംഗീകൃത വ്യവസ്ഥയനുസരിച്ച് പണം മേടിക്കുന്നു. അതിന് ഇൻകം ടാക്സ് കൊടുക്കണം, അത് കൊടുത്തിട്ടുണ്ട്. TDS അടക്കണം, അതും അടച്ചിട്ടുണ്ട്. എല്ലാ റെക്കോർഡും ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? ആക്ഷേപം ഉന്നയിക്കുകയാണ്. ആക്ഷേപം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? അപ്പോൾ ഇത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്. അവിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായിട്ടൊക്കെ ചർച്ചയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉടനീളം നടന്ന് പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. എന്താ ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് കോൺഗ്രസിന്റെ നയമായിരിക്കും. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഡൽഹി മുഖ്യമന്ത്രിയെ, ആ ഡൽഹി സംസ്ഥാനത്തിന്റെ അധികാരി കേജ്രിവാളിനെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടത്. അവസാന കോടതിയുടെ മുമ്പാകെ വന്നു.
കോടതി ചോദിച്ചു കേജ്രിവാളിന്റെ നില എന്താ ആക്ഷേപം. അവസാനം കോടതി ഉദ്യോഗസ്ഥന്മാരെ ശാസിച്ചു, അദ്ദേഹത്തെ വിട്ടയക്കാൻ കൽപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.